മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ പുള്ളിക്കാരൻ പരിപ്പ് മേടിച്ചോണ്ട് വരും. പരിപ്പ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ അപ്പൊ തന്നെ ബീഫും മേടിച്ചോണ്ട് വരും. ഈ മനുഷ്യന്റെ ഒരു കാര്യം, ഇതുപോലെ മറവിയുള്ള ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മറന്നുവോ പൂമകളെ, എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്? എല്ലാം മറക്കുവാ നീ പഠിച്ചോ. മറവിയുടെ ഉസ്താദിന് പാടാൻ പറ്റിയ പാട്ട്. രാവിലെ തന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കുവല്ലേ, കളിയാക്കാൻ നിൽക്കുവാണ്. എടി എനിക്ക് ഇച്ചിരി മറവി രോഗമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പഴയതുപോലെയൊന്നും എല്ലാ അസുഖമൊക്കെ മാറി. ഇപ്പൊ ഞാൻ പക്ക അറിയോ? പക്ക നിങ്ങളവിടെ നോക്കിക്കേ. എന്റെ ബ്ലൗസ് എടുത്തിട്ടുള്ളതൊക്കെ ബനിയനാന്ന് പറഞ്ഞു. മനുഷ്യന്റെ ഒരു കാര്യം, ഇതെന്തുവാ മനുഷ്യൻ മറവി കാരണം സംഭവിച്ചു പോയതല്ലേ? എന്തുവാ ഈ കയ്യിലും കുത്തി വരച്ച് വെച്ചേ? അതാണ് എന്റെ ഐഡിയ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മറവി ഉണ്ടാകുമല്ലോ. അപ്പൊ ചില വിശേഷ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് എഴുതി അങ്ങ് ചേർത്തേക്കുക. കറക്റ്റ് ആയിട്ട് അങ്ങ് വെക്കും. അതെ അതെ അതെ. ഞാൻ 2 ജോലി നിങ്ങളെ ഏൽപ്പിച്ചായിരുന്നു. നീ 2 ജോലി ചേർത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ജോലി ഞാൻ പക്കയായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. കയ്യിൽ നീ പറഞ്ഞ കാര്യം എഴുതി ചേർത്തിട്ടുണ്ട്. നീ എന്നെ ആദ്യം പറഞ്ഞത് അച്ചാന് ഷേവ് ചെയ്ത് കൊടുക്കണം, ആടിന് കാടിയും കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് എഴുതി വെച്ചോണ്ട് ഞാൻ മറന്നിട്ടില്ല. കൃത്യസമയത്ത് ഇത് 2 ഞാൻ ചെയ്തിട്ടുണ്ട്, അറിയാവോ? കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അച്ചാന് കാടിയും കൊടുത്തു, ആടിന് ഷേവിങ് ചെയ്ത് വെച്ചു. ആ ആടിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഷാരൂഖ് ഖാനായിട്ട് ഇപ്പൊ നിൽക്കുന്നത്. നീ ആടിന്റെ മേലെ ചേരി നീ എന്നെ കൊഞ്ഞളം കാണിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ അത്ര ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല. നീ പക്ഷെ വലിയൊരു കാര്യം എന്നെ ഏൽപ്പിച്ചില്ലായിരുന്നോ? നിന്റെ വീട്ടിൽ നാളെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. നീ ഒരു നീണ്ട ലിസ്റ്റ് തന്നിട്ടുണ്ടോ? പറഞ്ഞ് എല്ലാരും വിളിച്ച് അറിയിക്കാൻ പറഞ്ഞു. ആ ലിസ്റ്റ് പ്രകാരം ഞാൻ എല്ലാരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിന്റെ അനിയന്റെ സഞ്ജയനമാണെന്ന്. എന്റെ അനിയന്റെ വെഡിങ് ആനിവേഴ്സറി അതും മറന്നോടെ കാലാന്ന്. 2 ഒന്നാടി. ഞാൻ കുറെ നാളായില്ലടി അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കുറെ നാളായില്ലടി. നരേ എന്നാ നാളെ നിങ്ങൾ നരേ എന്തോ ഈ നര തല കയറിയിരിക്കുന്നവളെ പിന്നെ എന്നതാടി വിളിക്കണ്ടേ? എന്നതാടി വിളിക്കണ്ടേ? പറയടി നര. അന്ന് അങ്ങനെ നരയാണ് നിങ്ങൾ അങ്ങ് പോയി ഡൈ ചെയ്യും.